ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുണിനെ വളച്ചെടുക്കാനുള്ള സൂത്രങ്ങൾ മാത്രമല്ലേ ഇയാൾക്ക് അറിയൂ. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം. നാളെ മുതൽ ഞാൻ മ്യൂസിക് സ്കൂളിൽ വരുന്നുണ്ട്. ഞാനേ അവിടെ നൃത്തം പഠിക്കാനാ വരുന്നത്. അയ്യോ, അത് ഫിദ മാഡത്തിനോട് ചോദിക്കാതെ മിണ്ടാതിരിക്കെ. മോളെ, എന്താ മോളെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. തലകറങ്ങി വീണ എന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒരു ടോട്ടൽ ചെക്കപ്പ് നടത്താം. അയ്യോ മാം, എനിക്കിതിനുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകണമെന്നുണ്ട്. എവിടെ? ക്ഷേത്രത്തിലേക്ക്. അവിടെ ആ നടയിച്ചത് നിന്ന് നല്ല സമാധാനം കിട്ടും. എന്നാ മോള് തനിച്ചു പോണ്ട. വഴിയിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാലോ? അമ്മ കൂടി വരാം. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം. പിന്നെ വേണമെങ്കിൽ ചേച്ചിയും കൂട്ടാം, ഒരു ധൈര്യത്തിന്. നിന്റെ ചേച്ചി എന്റെ ധൈര്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പോട്ടമ്മേ, എന്തൊക്കെയായാലും ചേച്ചി ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. അനുസരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലോ? മോളെ സൂക്ഷിക്കണം. ഇനി ഒരു ചതിയിലും പെടരുത്. ഇനി എനിക്കൊരു തെറ്റ് പറ്റില്ലമ്മേ. എന്നാ മോള് പോയിട്ടോ. പെട്ടെന്നെങ്കിൽ വരണം കേട്ടോ. ചേച്ചി ഒന്ന് പെട്ടെന്ന് റെഡിയായി. ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ? ഈ ചോദ്യം ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ചോദിച്ചാ അവരോട് ഞാൻ ഉത്തരം പറയും. ഇയാളതറിയേണ്ട കാര്യമില്ല. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എവിടേക്കാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. ചോദിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ആറ്റുവശീരിന്ന് ഇവിടേക്ക് അയച്ചിരിക്കുന്നതേ എന്റെ അടിമയായിട്ടാ. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതായിക്കോട്ടെ, നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. നമ്മളിപ്പോ പോകുന്നതേ അച്ഛന്റെ അടുത്തേക്കാ. അച്ഛൻ്റെ അടുത്തേക്കോ? പ്രിയ, നീ ഒന്നും പേടിക്കണ്ട. വരുണും ഇയാളും തമ്മിലുള്ള ബന്ധമൊന്നും പറയാനല്ല ഞാൻ പോകുന്നേ. എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട്. എനിക്കതിൽ അഭിനയിക്കണം. അതിനെനിക്ക് അച്ഛൻ അനുവാദം വേണം. അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കണം. സിനിമയ്ക്കെന്ന് പറഞ്ഞ് പുറത്ത് ഒരിടത്തും പോവാൻ അച്ഛൻ സമ്മതിക്കില്ല. വേറെന്തെങ്കിലും വേണം പറയാൻ. വേറെ എന്ത് പറയാൻ? വരുണിനെ വളച്ചെടുക്കാനുള്ള സൂത്രങ്ങൾ മാത്രമല്ലേ ഇയാൾക്ക് അറിയൂ. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം. നാളെ മുതൽ ഞാൻ മ്യൂസിക് സ്കൂളിൽ വരുന്നുണ്ട്. ഞാനേ അവിടെ നൃത്തം പഠിക്കാനാ വരുന്നത്. അയ്യോ, അത് ഫിദ മാഡത്തിനോട് ചോദിക്കാതെ മിണ്ടാതിരിക്കെ. എനിക്ക് വരാൻ വേണ്ടി അല്ല പറഞ്ഞത്. അച്ഛനോട് പറയേണ്ട കാര്യോ? മ്യൂസിക് സ്കൂളിനടുത്ത് നമ്മൾ രണ്ടുപേരും ചേർന്നൊരു നൃത്തം അവതരിപ്പിക്കുന്നു. അതിന് ചിലപ്പോ പുറത്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. പോവേണ്ടിയും വരും. അത് കേൾക്കുമ്പോ അച്ഛൻ സമ്മതിക്കും. പക്ഷെ മോളെ, അച്ഛനോട് കള്ളം പറയണ്ടേ? ഓ, ഇതുവരെ സത്യം മാത്രമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഈ കാര്യം സമ്മതിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതൊക്കെ ഞാൻ അച്ഛന്റെ മുന്നിൽ വിളിച്ചു പറയും. പിന്നെ അച്ഛൻ എന്ത് സംഭവിച്ചാലും എന്റെ ഉത്തരവാദിത്തമല്ല. വേണ്ട. എന്നാ വാ. പ്രിയേ, നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറയാം. എന്നാലും ഇനി ഒരെന്നാലും ഇല്ല. ഞാൻ തീരുമാനിച്ചതൊക്കെ നടക്കണം. എനിക്ക് വഴിയൊരിക്കൽ മാത്രമാ ഇയാളുടെ ഡ്യൂട്ടി. വാ ഇങ്ങോട്ട്. പ്രിയേ, വരാൻ. വാ.
ഇത് എങ്ങോട്ട് പോവാ രണ്ടുപേരും കൂടി? ഞങ്ങൾ അച്ഛനെ കാണാൻ തന്നെ വന്നതാ. എന്നാ പിന്നെ അമ്പലത്തിലേക്ക് വരായിരുന്നില്ലേ? അന്ന് നിങ്ങളെല്ലാരും കൂടി വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് കാണാനോ സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതെങ്ങനെ? ഒന്ന് അറിയിച്ചിട്ട് വന്നാലല്ലേ പറ്റൂ. അന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നതാ അച്ഛ. ഒരു വഴിക്ക് പോയപ്പോ വരുൺ പറഞ്ഞൊന്ന് കേറിട്ട് പോവാന്ന്. ആ, മരുമകൻ ആ വിചാരമുണ്ട്, മക്കൾക്കില്ല. അച്ഛൻ എന്തായി പറയുന്നേ? അച്ഛൻ്റെ ഒരു കാര്യം ഓർക്കാത്തൊരു നിമിഷം പോലും ഇല്ല. അതൊക്കെ എനിക്കറിയാം മോളെ. പിന്നെ അച്ഛൻ ഞങ്ങള് വന്നതേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. എന്താ? അത് പിന്നെ നാളെ മുതൽ ചേച്ചിയുടെ മ്യൂസിക് സ്കൂളില് ചേച്ചിക്കൊപ്പം ഞാനും കൂടി പോയിക്കോട്ടെ? എന്തിനാ? അത്തരം കാര്യങ്ങളൊന്നും ഇനി വേണ്ട. കുടുംബിനിയായിട്ട് ജീവിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫിദ മാഡം പ്രത്യേകം പറഞ്ഞിട്ടാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോന്ന്. അതിന്റെ റിഹേഴ്സലിന് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടാ. അതൊന്നും വേണ്ട മോളെ. കണിമംഗലത്തുകാരുടെ രീതികള് ഇതിനോടൊന്നും യോജിക്കുന്നതല്ല. അപ്പൊ പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. മാത്രമല്ല, അത്തരം ഒരു കാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ഇവളുടെ മനസ്സിൽ പഴയതുപോലുള്ള ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അങ്ങനൊന്നും ഇല്ല അച്ഛാ. നൃത്തം ഞാൻ പഠിച്ചതല്ലേ. ഒരിക്കലെങ്കിലും ഒരു പെർഫോമൻസിന് എനിക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെ പഠിച്ച ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടാവില്ലേ മോളെ? അതൊക്കെ ഒരു കാലഘട്ടം വരെയാണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കണം. അച്ഛാ, ഞാനിവൾക്ക് വാക്ക് കൊടുത്തു പോയി. അച്ഛനൊന്ന് സമ്മതിക്കണം. എന്റെ കൂടെയല്ലേ, ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ തവണ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഈ വിവരം കണിമംഗലത്തെ എല്ലാവരോടും പറയാം. അവരെല്ലാവരും മനസ്സറിഞ്ഞ് സമ്മതം തരികയാണെങ്കിൽ മാത്രം വയ്ക്കും.